ഇന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു കമൻറ്റാണിത്. ഈ കമൻറ്റിൽ നിങ്ങൾ കണ്ടു നോക്കുകയാണെങ്കിൽ ആൾക്ക് 34 വയസ്സായി. അന്ന് സൈക്കിളിൽ സ്റ്റണ്ട് ചെയ്യാനോ ബൈക്കിൽ ചെയ്യാനോ ഒന്നും സ്ഥലമില്ല, ഫണ്ടും ഇല്ല, ഒന്നുമില്ല. ഇപ്പോഴും ഒരു പരാജയം മൂപ്പരനെ പറയണേ. അങ്ങനെ പറയാൻ പറ്റില്ല. നിങ്ങൾക്കായാലും എനിക്കായാലും എല്ലാവർക്കും ഓരോരുത്തർക്ക് ഓരോ കഴിവുണ്ട്. എന്തോ ആയിക്കോട്ടെ, പരാജയമൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക ചെയ്യരുത്. നിങ്ങൾ ഉഷാറാണ് ആള്. നൗഫൽ അടിപൊളിയാണ്. നിങ്ങൾ ആഗ്രഹമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യണത് എന്ന് കണ്ടാൽ മതി. ഒരു ബ്രദറിനെ പോലെ കണ്ടാൽ മതി. നിങ്ങളിലൂടെ എന്നിലൂടെ ഞാൻ നിങ്ങളെ അല്ലേ അങ്ങനെ ചെയ്യാണ്. നമ്മളൊക്കെ ഇപ്പം ഭയങ്കര കഷ്ടപ്പെടുന്ന പണിക്ക് വേണ്ടി തേണില്ല തോന്നുന്നു. പക്ഷേ അങ്ങനെയല്ല. ഇപ്പം എനിക്കൊക്കെ മെയിൻ പേടി എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചർ എന്താവുന്നത്. ഇപ്പം നിങ്ങളീ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഫ്യൂച്ചർ സെറ്റിൽ ആയിട്ടുള്ള ആളായിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ ഇപ്പം ഉള്ളവർക്ക് അപ്പം ഉണ്ടാവില്ല, അപ്പം ഉള്ളവർക്ക് ഇപ്പം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ ക്യാമറമാനെ? അപ്പത്തേക്ക് നോക്കണ്ട. ചിലപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞാൽ എന്താവുമെന്ന് പഠിച്ചവനെ അറിയുള്ളൂ. പിന്നെ അത് ചിന്തിച്ച് നടന്നിട്ടും കാര്യമില്ല. പ്രസൻറ്റിൽ ജീവിക്കാന്നാണ് എൻ്റെ ഒരു തിയറി. ഓരോരുത്തരും നിങ്ങളുടെ പ്രാർത്ഥന വേണം മെയിന്. ഇത് ഞാനുമുള്ള കളിയാണ്. വീണ് പോയാൽ നിങ്ങൾ ഉണ്ടാവില്ല. അല്ലല്ല അപ്പോൾ നിങ്ങൾ ഈ കമൻറ്റ് നിങ്ങളത് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി. നിങ്ങൾ ഉള്ളിൽ കരഞ്ഞിട്ടാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ആർക്കും ഫണ്ടിൻ്റെ ഇഷ്യൂ ആയിട്ട് ഇങ്ങനെ ചില ആൾക്കാർക്ക് വീട്ടിലെ സാഹചര്യം കൊണ്ട് കഴിയാതെ പോയതുണ്ട്. നമുക്ക് ഇന്നാൾ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു നിലക്കും ജനറലൈസ് ചെയ്യാൻ പാടില്ല. എല്ലാ ആൾക്കാർക്കും പല പ്രശ്നമാണ്. തിങ്ക് പോസിറ്റീവ്. ഈ നിങ്ങൾ പറഞ്ഞ ഈ ചിന്താഗതി ഇടയ്ക്ക് ഇന്ത്യയിലും വരെയുണ്ട്. പിന്നെ കോമൺ ആയിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പോൾ എന്താ എന്നെ മുതൽ തിങ്ക് പോസിറ്റീവ്.